പ്രീമിയം എന്ന് പറഞ്ഞ പ്രോഡക്റ്റിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ മണ്ണിനെ നിങ്ങൾ നോക്കിയാൽ മതി. ഇത് ഗിർ സഹിവാളാണ്. നമ്മളുടെ എല്ലാ ഒരു മിസ്റ്റേക്ക് എന്താണെന്നറിയാമോ? ചെടി മേലേക്ക് വളർത്തുവാനാണ് സാധാരണ ഒരു കർഷകൻ ശ്രമിക്കുന്നത്. നമസ്കാരം, ആർക്കെ ഓർഗാനിക് സെൻറ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ കുണ്ടറയ്ക്കടുത്ത് പെരുമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഗ്രീൻ പ്ലാനറ്റിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ശ്രീ ദീപൻ വേണുവിൻ്റെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനം വീടിനോട് ചേർന്നാണുള്ളത്. അദ്ദേഹത്തിനെ നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ നമസ്കാരം. എന്നെ പരിചയപ്പെടുത്തിയ പോലെ എൻ്റെ പേര് ദീപൻ വേണു എന്നാണ്. ഞാൻ കൊല്ലം കുണ്ട്ര പെരുമ്പുഴ സ്വദേശിയാണ്. ഞാനിവിടെ ഒരു കൃഷിഭവൻ്റെ ഒരു എക്കോ ഷോപ്പ് നടത്തുന്നുണ്ട്. ഇളമ്പള്ളൂർ കൃഷിഭവൻ്റെ പുനർജനി എക്കോ ഷോപ്പ് ഞാനാണ് നടത്തുന്നത്. അപ്പോൾ ആ ഷോപ്പ് പ്രവർത്തിക്കുന്നത് ജൈവ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ജൈവ ഉൽപ്പന്നങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ഉപഭോക്താവിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ്. അപ്പോൾ അതിന് എന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഗ്രീൻ പ്ലാനറ്റ് എന്ന ഈ ഒരു മഹാപ്രസ്ഥാനമാണ്. ഗ്രീൻ പ്ലാനറ്റിൻ്റെ എല്ലാ പ്രോഡക്റ്റുകളും നമുക്ക് അവൈലബിളാണ്. ഞാൻ പൂർണ്ണമായിട്ടും ജൈവ കൃഷി ചെയ്യുന്നത് ഗ്രീൻ പ്ലാനറ്റിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാണ്. നിങ്ങൾക്ക് എൻ്റെ കൃഷിസ്ഥലം നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമുക്ക് ഈ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ഒരു കൃഷിയാണ് ഇവിടെ കാണുന്നത്, അല്ലേ? അതെ അതെ. എങ്ങനെയാണ് ഈ ഇത്രയും നന്നായിട്ട് ഈ ചീര നിൽക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അത്ഭുതം തോന്നും. പ്രത്യേകിച്ച് ഈ ചീരകൃഷിയിലൊരു പ്രശ്നം പറയുന്നത് ഇലപ്പുള്ളി രോഗമാണ്. അതെ അതെ. ഈ ഇലപ്പുള്ളി രോഗമില്ലാതെ ഇതെങ്ങനെയാണ് ഈ ചീര വളർത്തിയെടുത്തതെന്നൊന്ന് പറയുകയാണെങ്കിൽ. സാറ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതിനകത്ത് ഒരു തരത്തിലുള്ള കീടനാശിനിയോ ഒരു തരത്തിലുള്ള ഫംഗിസൈഡോ ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് കാട് പിടിച്ച് കിടന്ന ഒരു പ്രദേശമായിരുന്നു. ഈ കാട് പിടിച്ച് കിടന്ന പ്രദേശത്തെ നമുക്ക് കൃഷിയോജ്യമാക്കി മാറ്റുന്നത് എങ്ങനെയാണ്, അതും ജൈവ രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതൊരു പഞ്ചായത്ത് റോഡിൻ്റെ സൈഡിൽ കാട് പിടിച്ച് കിടന്ന ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്ത് ആദ്യം ഞാൻ ചെയ്തത് ഇതിനെ കൊത്തി ഇളക്കി കിളച്ച് കട്ടയും കല്ലും വേരുകളും മാറ്റിയതിന് ശേഷം അതിൻ്റെ അടിവളമായിട്ട് ഭൂമി പവർ, ഗ്രീൻ പ്ലാനറ്റിൻ്റെ ഭൂമി പവർ എന്ന് പറയുന്ന ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. ഈ അപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ ഉണക്ക ചാണകപ്പൊടി, നമുക്ക് നാടൻ പശുക്കളുണ്ട്, പശുവിൻ്റെ ഉണക്ക ചാണകപ്പൊടിയാണ് അടിവളമായിട്ട് ഇട്ടത്. ഈ അടിവളം ഇട്ടതിന് ശേഷം 3-4 ദിവസം നനച്ചു കൊടുത്തിട്ടാണ് ചീരവിത്ത് പാകിയിരിക്കുന്നത്. ഈ പാകുന്നതിന് മുമ്പ് തന്നെ ഇതിനൊരു ബയോ ഫെൻസ്, അതായത് ചീരയിലേക്ക് മറ്റ് കീടങ്ങളുടെ ആക്രമണം ഇല്ലാതിരിക്കാൻ വേണ്ടി ഒരു ബയോ ഫെൻസ് എന്നുള്ള രീതിയിൽ ബന്ദി ചെടികളാണ് ഇതിൻ്റെ 4 വശത്തുമായിട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്തതിന് ശേഷം ഈ ചീര കിളിച്ച് വന്ന് 5-ാം ദിവസം ഞാൻ നമ്മളുടെ ഗ്രീൻ പ്ലാനറ്റിൻ്റെ ഗ്രോ എന്ന് പറയുന്ന ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ, ലിക്വിഡ് ഫോമിലുള്ള ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ 2 ml 1 ലിറ്റർ വെള്ളത്തിലേക്ക് എന്ന അനുപാതത്തിലെടുത്ത് സ്പ്രേ ആയി കൊടുത്തു. അതിനുശേഷം 5-ാമത്തെ ദിവസം അത് കൊടുത്തതിന് ശേഷം 12-ാമത്തെ ദിവസം നൈട്രോ കിങ് എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ഫെർട്ടിലൈസർ 3 ml 1 ലിറ്റർ വെള്ളത്തിലേക്ക് എടുത്ത് സ്പ്രേ കൊടുത്തു. ഇത് മാത്രമാണ് ഞാൻ ഈ ചെടിക്ക് ചെയ്തിരിക്കുന്നത്. എത്രമാത്രം കരുത്തോടു കൂടി ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിനകത്ത് ഒറ്റ ഇലയിൽ പോലും ഇലപ്പുള്ളി രോഗങ്ങളോ കീടമോ ബാധിച്ചിട്ടില്ല. അതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് രോഗങ്ങൾ വരുന്നതിനുള്ള പ്രധാന കാരണം ചെടികൾക്ക് ഇമ്മ്യൂണിറ്റി ഇല്ലാത്തതാണ്. ഈ ഇമ്മ്യൂണിറ്റി ഇല്ലാത്തതിന് കാരണം ശരിയായിട്ടുള്ള വളപ്രയോഗം നമ്മൾ നടത്താത്തതാണ്. ഈ ശരിയായ വളപ്രയോഗം നടത്തി കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള കീടമോ രോഗമോ ആക്രമിക്കില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മളൊരു കർഷകനാവേണ്ടത് അസുഖം വന്നതിന് ശേഷമല്ല, നമ്മൾ എല്ലാ കൃഷിയിലും ഒരു സയൻറ്റിസ്റ്റായി മാറുവാനായിട്ട് ശ്രമിക്കുക. നമ്മൾ സ്വയം മനസ്സിലാക്കുക, കാർഷിക മേഖലയിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അതിനുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് സ്വയം നമ്മൾ പഠിച്ച് വേണം കൃഷി ചെയ്യാനായിട്ട്. പരമാവധി ന്യൂട്രിയൻസുകൾ, ചെടിക്ക് ആവശ്യമായ ന്യൂട്രിയൻസുകൾ കിട്ടുന്ന വളപ്രയോഗ രീതികൾ അവലംബിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കൃഷി രീതി. ഓക്കെ, ഇവിടെ നമ്മൾ കുറച്ച് സ്ഥലത്ത് കൂടുതലായിട്ട് കൃഷി ചെയ്ത് കാണുന്നുണ്ട്. ഇപ്പോൾ ഗ്രോ ബാഗിൽ തന്നെ ഇഞ്ചിയൊക്കെ ഇത് എത്ര നന്നായിട്ട് നല്ല പച്ചപ്പിൽ നിൽക്കുന്നുണ്ട്. ഇതിനൊക്കെ എങ്ങനെയാണ് നമ്മൾ വളം ചേർത്ത് കൊടുത്തത്? ഇതിൻ്റെ പ്രത്യേകത ഒന്ന് പറയാമോ? അതുപോലെ തന്നെ ഈ കുക്കുംബർ കൃഷി, ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? സാറേ, നമ്മൾ പ്രധാനമായിട്ടും പല വസ്തുക്കളെയും നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം എടുത്ത് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ ഉപേക്ഷിക്കുന്ന വസ്തുക്കളിൽ ഒരു വസ്തുവാണ്
ഫ്രിഡ്ജിൻ്റെ പഴയ ബോക്സ് എന്ന് പറയുന്നത്. ഈ ഫ്രിഡ്ജ് ബോക്സിൽ നമുക്ക് കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റുന്ന ഒരു രീതിയിലാണ് ഇവിടെ ഒരു ഡെമോൺസ്ട്രേഷൻ പ്ലോട്ടാണ് ഇത്, അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന കർഷകർക്ക് കാണുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം അത്ര മാത്രമേ ഉള്ളൂ. ഈ നമ്മൾ ഒരു കർഷകരിലേക്ക് ഒരു സാധനം എത്തിക്കുന്നതിന് മുമ്പ് അത് നമ്മുടെ കൃഷിയിടത്തിൽ പരീക്ഷിച്ച് നോക്കിയിട്ട് മാത്രമാണ് അത് വിത്താണെങ്കിലും തൈ ആണെങ്കിലും ചെയ്യുന്നത്. അതിനുള്ളൊരു സംവിധാനമാണ് ഇത്ര ഏരിയയിൽ നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നത്. അതായത് പുതിയ ഒരു വിത്ത് നമ്മൾ ഷോപ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പേ ആ വിത്ത് നമ്മുടെ നാട്ടിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു, അതിന് എത്രമാത്രം ഈൽഡ് ഉണ്ട്, അങ്ങനെയുള്ള ഒരു പരീക്ഷണ സ്ഥലമാണിത്. ഇത് സാറിന് കണ്ടാൽ മനസ്സിലാവും, ഇത് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഒരു പുതിയ ഇനം കുക്കുംബറാണ്. ഈ കുക്കുംബറിൻ്റെ 3ാമത്തെ ഇലകൾ മുതൽ ഇതിനകത്ത് കായ്ഫലം വന്നു തുടങ്ങിയിട്ടുണ്ട്. അവർ പറയുന്നതും അതുതന്നെയാണ്. അത് നമ്മുടെ നാട്ടിൽ പ്രാവർത്തികമാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സംവിധാനം നമ്മൾ ചെയ്ത് നോക്കുന്നത്. ഇത് തീർത്തും സക്സസ് ആണ്. ഇത് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കർഷകരിലേക്ക് ഇത് ഉടനെ എത്തിക്കുന്ന ഒരു മാർഗം കൂടി നമ്മൾ അവലംബിക്കുന്നു. ഇഞ്ചി ഇത്രയും നന്നായിട്ട് സാറേ, നമ്മൾ ചെയ്യുന്നത് എന്തോന്ന് അറിയാമോ? നമ്മൾ ഒരിക്കലും ഒരു നല്ല ഇഞ്ചി എടുത്തിട്ടല്ല ഇതിൽ കൃഷി ചെയ്യുന്നത്. നമ്മളുടെ കടയിൽ വരുന്ന വേസ്റ്റ് ഇഞ്ചി, അതായത് ഉണങ്ങി ചുക്കായി വരുന്ന ഇഞ്ചിയെ നമ്മൾ കൃഷിക്കായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അതിനു വേണ്ടി ഇഞ്ചി കണ്ടെത്തി ഉപയോഗിക്കുകയല്ല ചെയ്യുന്നത്. അത്തരത്തിൽ വരുന്ന വേസ്റ്റ് ഇഞ്ചികളെ നമ്മൾ ഗ്രോ ബാഗിലേക്ക് ഉണക്ക ചാണകപ്പൊടി, റൂട്ട് ഗാർഡ്, തീർച്ചയായിട്ടും ഇഞ്ചി കൃഷിക്ക് നമ്മളുടെ റൂട്ട് ഗാർഡ് എന്നുള്ള പ്രോഡക്റ്റ് ഉപയോഗിച്ച് കൃഷി ചെയ്താൽ അഴുകൽ ബാധ ഉണ്ടാവില്ല. നിങ്ങൾക്ക് തീർത്തും മനസ്സിലാക്കാൻ കഴിയും. ഒരു തണ്ട് പോലും അഴുകാതെ നമുക്ക് ഇഞ്ചി കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. അതെ, റൂട്ട് ഗാർഡിൻ്റെ ഒരു പവറാണ്. ഈ അഴുകൽ ബാധ ഇല്ലാതാക്കണമെങ്കിൽ റൂട്ട് ഗാർഡ് തീർച്ചയായിട്ടും ചേർത്തിരിക്കണം. അതുപോലെ തന്നെ ഈ മുളകൾ കൂടുതലായിട്ട് പൊട്ടി വരാൻ വേണ്ടി ഭൂമി പവറും ചേർത്തിട്ടാണ് ഇത് മിക്സ് ചെയ്തിരിക്കുന്നത്. മണ്ണിനെ സോയിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അഡ്വാൻറ്റേജ് ആണ്. കാരണം ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് കൂടുതൽ ഉണ്ടാവുകയും ഇതിനകത്തുള്ള പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനും സാധ്യമാകും. ഇത് ശരിക്കും ആ ഒരൊറ്റ ടൈമിലെ വളപ്രയോഗം മാത്രമാണ് ചെയ്തത്. ഇനി അടുത്ത തവണ ഇപ്പോൾ വളം ചെയ്യേണ്ട സമയമാണ്. ഇനിയിപ്പോൾ ലിക്വിഡ് ഫെർട്ടിലൈസർ ആയിട്ടുള്ള നൈട്രോകിങ് കൊടുക്കാനായിട്ടിരിക്കുകയാണ്. കൃഷിയുടെ ഭാഗമാണല്ലേ? അതെ അതെ, ഇവരാണ് നമ്മുടെ അടിവളം സഹായിക്കുന്നത്. ഇത് ഗിർ സഹിവാളാണ്. ശരിക്കും എൻ്റെ വലിയ പശു എന്ന് പറയുന്നത് ഒറിജിനൽ ഗിറാണ്. ആ ഗിറിൽ സഹിവാളിൻ്റെ സെമൻ കുത്തി എടുത്തതാണ്. കാരണം നല്ല പാലുൽപാദനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധ്യമാകും. ഇതിപ്പോൾ 2 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. മികച്ച രീതിയിൽ തന്നെയാണ് വളർത്തിക്കൊണ്ട് വരുന്നത്. നല്ലോണം നമുക്ക് അടിവെള്ളം ചെയ്യാനായിട്ട് ഏറ്റവും മികച്ച ചാണകം തരാനായിട്ട് ഇവരെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും നല്ല കൃഷിയുടെ ഒരു ഭാഗം തന്നെയാണ്. തീർച്ചയായിട്ടും. ഇതാണ് നമ്മുടെ കൃഷിയിൽ ഏറ്റവും നമുക്ക് സുപ്രധാനമായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഗ്രീൻ പ്ലാന്റ് സംബന്ധിച്ചുള്ളൂ. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് പറയാമോ, അല്ലെങ്കിൽ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഒന്ന് പറയാമോ? സാറേ, നമ്മൾ ഭൂമി പവർ എന്ന് പറയുന്നത് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഭൂമിയെ പവറാക്കി മാറ്റും.